ഓം ശരവണഭവ. എല്ലാവർക്കും കാർത്തികേയം യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. നാളെ വെള്ളിയാഴ്ച ദിവസം നമ്മൾ മഹാലക്ഷ്മിക്ക് ചെയ്യേണ്ടുന്ന ഒരു പൂജയെക്കുറിച്ചാണ് ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുന്നത്. ഓസ്പീഷ്യസ് ഡേയ്സ് വരുമ്പോഴൊക്കെ നിങ്ങളുമായിട്ട് ഞാൻ ഈ ഒരു കാര്യം പങ്കുവയ്ക്കാറുണ്ട്. നാളെ വെള്ളിയാഴ്ച എന്ന് പറയുന്നത് 666 മാജിക് ഡേ ആണ്. അതിൻ്റെ വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്. അത് കാണാത്തവർ തീർച്ചയായിട്ടും കണ്ടത് ചെയ്യണം. അതേപോലെ ഏകാദശി, നിർജ്ജല ഏകാദശി ശനിയാഴ്ചയാണെങ്കിലും നാളെ മുഴുവൻ ഏകാദശി തിഥിയാണ്. അതേപോലെ അത്തം നക്ഷത്രവും കൂടിയിട്ട് നാളെയുണ്ട്. നാളെ ഒരു 6:45 അത്തം നക്ഷത്രം അവസാനിക്കും രാവിലെ. എന്നാൽ പോലും സൂര്യോദയ സമയത്ത് ഏത് നക്ഷത്രമാണോ തിഥിയാണോ ഉള്ളത് അതിനെ ആ ഒരു ദിവസം മുഴുവൻ നമ്മൾ കണക്കാക്കാറുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് ഈ ഒരു അത്തം നക്ഷത്രത്തെ നാളത്തെ ദിവസം കണക്കാക്കിയെടുക്കാം. അതുമാത്രവുമല്ല, ശുക്രഹോര സമയത്ത് നാളെ രാവിലെ 6 മുതൽ 7 വരെയുള്ള ശുക്രഹോര സമയത്ത് അത്തം നക്ഷത്രം ഉള്ളതുകൊണ്ടും നമ്മുടെ വീട്ടിലോട്ട് ധനപരമായിട്ടുള്ള നല്ല ഉയർച്ച ഉണ്ടാവാൻ വേണ്ടി മഹാലക്ഷ്മിക്ക് നാളെ ചെയ്യേണ്ടുന്ന വളരെ ലളിതമായിട്ടുള്ള എന്നാൽ തന്നെ പവർഫുൾ ആയിട്ടുള്ള ഒരു പൂജയാണ് ഇന്ന് നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുന്നത്. അപ്പം എല്ലാ വെള്ളിയാഴ്ചകളിലും പൂജ ചെയ്യുന്നതിന് മുൻപ്, അതായത് മഹാലക്ഷ്മി പൂജ ചെയ്യുന്നതിന് മുൻപ് ചെയ്യേണ്ടുന്ന കാര്യമെന്ന് പറയുന്നത് പടിപൂജയാണ്. ഈ പ്രാവശ്യം കഴിയുന്നതും നിങ്ങൾ രാവിലെ തന്നെ പടിപൂജ ചെയ്യാനായിട്ട് ശ്രമിക്കണം. കാരണം അത്തം നക്ഷത്രത്തിൻ്റെ ആ ഒരു സമയം 6:45 വരെ ഉള്ളതുകൊണ്ട് ആ ഒരു നക്ഷത്രം കഴിയുന്നതിന് മുൻപായി തന്നെ നമ്മൾ എല്ലാ കാര്യങ്ങളും ചെയ്തു വെച്ചാൽ അത് വളരെയധികം ഓസ്പീഷ്യസ് ആണ്. അപ്പം നാളത്തെ ദിവസം ഞാനിതിനു മുൻപൊരു ഷോർട്ട് ഇട്ടിരുന്നു. മഹാലക്ഷ്മി ദേവി വസിക്കുന്ന ഇടങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് നമ്മുടെ പടിവാതിൽ, അതുപോലെ നമ്മുടെ കുലദേവതാ സാന്നിധ്യവും. മാടവിളക്ക് വെക്കുന്നതിനെക്കുറിച്ചും ഞാനൊരു ഷോർട്ട്സ് ഇട്ടിട്ടുണ്ട്. അതൊക്കെ കാണാത്തവർ പോയി കണ്ട് ഇതൊക്കെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുമെന്നുണ്ടെങ്കിൽ ചെയ്യണം. കാരണം ഈ ഒരു മാടവിളക്ക് നമ്മൾ നമ്മുടെ വീടിൻ്റെ ഫ്രണ്ട് ഡോറിൻ്റെ 2 സൈഡിലുമായിട്ടോ അങ്ങനെ അല്ല എന്നുണ്ടെങ്കിൽ ഹോളിലായിട്ടോ ആണ് വെക്കുന്നത്. അപ്പം വെക്കുമ്പം ശ്രദ്ധിക്കേണ്ടുന്ന കാര്യം, അവിട്ടം നക്ഷത്രം വരുന്ന ദിവസം വേണം നമ്മൾ ഈ ഒരു മാടവിളക്ക് നമ്മുടെ വീട്ടിൽ സ്ഥാപിക്കാൻ. അതായത് നമ്മൾ സാധാരണയായി നമ്മുടെ വീടിൻ്റെ പ്രധാന വാതിലിൻ്റെ 2 സൈഡിലുമായിട്ടാണ് ഈ വിളക്ക് കൊളുത്തുന്നത്. ഞാൻ എന്താ ഇവിടെ കാണിച്ചിട്ടുണ്ട്. ഇതാണ് മാടവിളക്ക് എന്ന് പറയുന്നത്. അപ്പം ഈ ഒരു മാടവിളക്ക് നമ്മൾ ഒരു ഹാണിയൊക്കെ അടിച്ച് നമ്മുടെ വീടിൻ്റെ ആ ഒരു ഫ്രണ്ട് ഡോറിൻ്റെ 2 സൈഡിലും നമ്മുടെ ഒരു നെഞ്ചിൻ്റെ നേരെ, നമ്മൾ ഇപ്പം ഒരു വ്യക്തി നിങ്ങളിപ്പം നിങ്ങളുടെ വീടിൻ്റെ ഫ്രണ്ട് ഡോറിൽ വെക്കുമ്പോൾ നിങ്ങളുടെ നെഞ്ചിന് നേരെ ആയിരിക്കണം ഈ ഒരു മാടവിളക്കിൻ്റെ ആ ഒരു പൊക്കമെന്ന് പറയുന്നത്. അങ്ങനെ മാടവിളക്ക് വെച്ച് നമ്മൾ വിളക്ക് കത്തിക്കും. അപ്പം ആദ്യമായിട്ട് ഈ ഒരു മാടവിളക്ക് അവിട്ടം നക്ഷത്രം വരുന്ന ദിവസം വേണം നമ്മൾ നമ്മുടെ വീട്ടിലെ ഫ്രണ്ട് ഡോറിലാണെങ്കിലും, ഇനി ഫ്രണ്ട് ഡോറിൻ്റെ മുൻപിൽ ഇത് സ്ഥാപിക്കാൻ പറ്റാത്തവർക്ക് വീട്ടിലെ ഹോളിൽ വടക്ക് കിഴക്ക് ഭാഗത്തായിട്ട് ഇത് വെക്കാം. 2 എണ്ണം കിഴക്കോട്ടോ വടക്കോട്ടോ ദീപം വരുന്ന രീതിയിൽ കത്തിക്കാം. അങ്ങനെയല്ല നിങ്ങൾക്ക് സെപ്പറേറ്റ് പൂജാ റൂം ഉണ്ടെങ്കിൽ ആ ഒരു പൂജാ റൂമിൻ്റെ 2 സൈഡുകളിലുമായിട്ട് നിങ്ങൾക്കിത് വെക്കാവുന്നതാണ്. അപ്പം അതിൽ എങ്ങനെ ചെയ്യണമെന്നുള്ളത് നിങ്ങൾക്ക് തന്നെ തീരുമാനിക്കാം. എന്നിട്ട് അപ്പോൾ ഇത് ചെയ്യുമ്പം അവിട്ടം നക്ഷത്രം വേണം. പക്ഷേ അന്നത്തെ ദിവസം ഇത് കത്തിക്കാൻ പാടില്ല. മാടവിളക്ക് കത്തിച്ചു തുടങ്ങാൻ ഏറ്റവും നല്ല നക്ഷത്രം എന്ന് പറയുന്നത് അശ്വതി നക്ഷത്രമാണ്. അപ്പം ഇത് വാങ്ങണം, നിങ്ങൾ വീട്ടിൽ ചെയ്യണം എന്നൊക്കെ ആഗ്രഹിക്കുന്നവർ ഈ പറയുന്നത് പോലെ ഈ 2 നക്ഷത്രങ്ങൾ ഓർമ്മയിൽ വെച്ച് തീർച്ചയായിട്ടും ചെയ്യണം. മഹാലക്ഷ്മിയുടെ കടാക്ഷം, ഒപ്പം തന്നെ നമ്മുടെ കുലദൈവത്തിൻ്റെ കടാക്ഷവും നമുക്ക് ലഭിക്കും. നമ്മുടെ കുലദൈവം നമ്മളെ സദാ സംരക്ഷിച്ചുകൊണ്ട് നമ്മുടെ വാതിൽപ്പടിയിൽ അല്ലെങ്കിൽ നമ്മുടെ വീട്ടിൽ സ്ഥിരമായിട്ട് സാന്നിധ്യം ഉണ്ടാവുക തന്നെ ചെയ്യും. അതേപോലെ 7.5 ശനി, കണ്ടകശനി, അഷ്ടമശനി, ശനിദശ ഒക്കെ അനുഭവിക്കുന്നവർ ഈ ഒരു മാടവിളക്ക് സ്ഥിരമായി നമ്മുടെ വീട്ടിൽ കൊളുത്തിക്കൊണ്ടേയിരുന്നാൽ നല്ല രീതിയിലുള്ള മാറ്റം നമുക്കറിയാൻ സാധിക്കും. ഇനിയിപ്പം പടിപൂജ ഞാൻ പറയാറുണ്ട്. വെള്ളിയാഴ്ചകളിൽ നമ്മുടെ വീടിൻ്റെ ഫ്രണ്ട് ഡോറിൻ്റെ പടി നന്നായിട്ട് തുടച്ച് മഞ്ഞൾ കുങ്കുമമൊക്കെ വെക്കുന്നവർ അതൊക്കെ വെച്ച്, അല്ലെങ്കിൽ ലക്ഷ്മി പാദം 2 സൈഡിലും വരച്ച് പൂക്കളൊക്കെ വെച്ചിട്ട് മറക്കാതെ മാവില തോരണം
എല്ലാ വെള്ളിയാഴ്ചയും മാവില തോരണം ചാർത്താൻ പറ്റിയാൽ അത് വളരെ നല്ലതാണ്. ഇല്ലെങ്കിൽ മാവിലയുടെ ഒരു കൊത്തെടുത്താലും മതിയാവും. അതായത് ഒരു 5 or 6 എണ്ണം കൂടിച്ചേരുന്ന ഒരു കുഞ്ഞു കൊമ്പ് ഒടിച്ചു കൊണ്ട് വെച്ചാലും മതിയാവും. അങ്ങനെ വെച്ചിട്ട് നമുക്ക് വാതിൽപ്പടിയൊക്കെ പൂക്കളൊക്കെ കൊണ്ട് അലങ്കരിക്കുന്നത്, ഇപ്പോൾ പൂമാലയൊക്കെ വാങ്ങിച്ച് അലങ്കരിക്കാൻ പറ്റുമെങ്കിൽ അങ്ങനെ ചെയ്യാം. അല്ലെങ്കിൽ നെൽത്തോരണങ്ങൾ നിങ്ങൾക്ക് ചാർത്താവുന്നതാണ്. നമുക്ക് ഓൺലൈൻ സൈറ്റ്സിലും പൂജാ സ്റ്റോഴ്സിലും ഒക്കെ നെൽത്തോരണങ്ങൾ മേടിക്കാൻ കിട്ടും. അപ്പം ഞാനിവിടെ കാണിച്ചിട്ടുണ്ട്. ഈ 2 രീതിയിലുള്ള നെൽത്തോരണമാണെങ്കിൽ നമുക്ക് കൊണ്ട് ചാർത്താവുന്നതാണ്. അതേപോലെ തന്നെ മാവില തോരണവും നമുക്ക് ചാർത്താവുന്നതാണ്. വെള്ളിയാഴ്ച ചാർത്തുമ്പം 18 മാവിലകൾ തോരണമാക്കി ചാർത്തുന്നതാണ് നല്ലത്. കാരണം 8 ലക്ഷ്മികളും ആ 8 ലക്ഷ്മികളുടെ 2 കൈകളും കൂടിച്ചേരുന്ന 16 മാവിലകൾ, അതുകൊണ്ടാണ് നമ്മൾ 16 മാവിലകൾ കൊണ്ട് ചാർത്തുന്നത്. പിന്നെ അതുപോലെ തന്നെ വീടിൻ്റെ ഫ്രണ്ടിൽ നല്ല മണമുള്ള സാമ്പ്രാണി പുകയ്ക്കാനും മറക്കരുത്. ഇത് മഹാലക്ഷ്മി നമ്മളെ വീട്ടിലോട്ട് വരാൻ വേണ്ടിയിട്ട് സഹായിക്കും. ഇനി അതേപോലെ വീടിന് ഉള്ളിലും നല്ല രീതിയിൽ ക്ലീനാക്കണം. പൂജ ചെയ്യുന്നതിന് മുൻപ് കംപ്ലീറ്റ് ആയിട്ട് നമ്മൾ വീട് മുഴുവൻ സാമ്പ്രാണി പുക കാണിക്കണം. നമ്മളും നന്നായി അന്നത്തെ ദിവസം നല്ല രീതിയിൽ ചന്ദനമൊക്കെ അരച്ച് മഞ്ഞളൊക്കെ അരച്ച്, ഇപ്പം നമുക്ക് സാൻഡിൽ പൗഡറും കസ്തൂരി പൗഡറും ഒക്കെ ഷോപ്പിലൊക്കെ മേടിക്കാൻ കിട്ടും. അതൊക്കെ വാങ്ങിച്ചിട്ട് മിക്സ് ചെയ്ത് ശരീരത്തൊക്കെ തേച്ച് കുളിച്ചാൽ നമുക്ക് ഒരു നല്ല സ്മെല്ലുണ്ടാകും. അപ്പം അങ്ങനെയൊക്കെ തേച്ച് നിങ്ങൾക്ക് കുളിക്കാൻ സാധിക്കുമെങ്കിൽ അതൊക്കെ ചെയ്യണം. കാരണം ഇതൊക്കെ ലക്ഷ്മി ദേവിയെ അട്രാക്റ്റ് ചെയ്യാൻ നമ്മളെ സഹായിക്കുന്നതാണ്. എന്നിട്ട് നമ്മൾ നന്നായിട്ട് തന്നെ നമ്മൾ ലക്ഷ്മി പൂജയ്ക്ക് ഒരുങ്ങുക എന്ന് പറയുന്നത് വളരെയധികം ശ്രദ്ധിക്കേണ്ടുന്ന ഒരു കാര്യമാണ്. ഒഴിഞ്ഞ നെറ്റിത്തടത്തോടും ഒഴിഞ്ഞ കൈകളോടും കൂടി നമ്മൾ ഒരിക്കലും ലക്ഷ്മി പൂജ ചെയ്യരുത്. സുമംഗലികളാണെങ്കിൽ തീർച്ചയായിട്ടും ലക്ഷ്മി പൂജ ചെയ്യുന്ന സമയത്ത് സീമന്തരേഖയിൽ സിന്ദൂരം അണിഞ്ഞിരിക്കണം. അപ്പം സിന്ദൂരമൊക്കെ ഇട്ട് പൊട്ടൊക്കെ തൊട്ട് കയ്യിൽ കുപ്പിവിളകൾ, ഇപ്പോൾ സാധാരണ സമയങ്ങളിൽ കുപ്പിവിളകൾ ഇടാൻ നിങ്ങൾക്ക് മടിയാണെന്നുണ്ടെങ്കിൽ ലക്ഷ്മി പൂജ ചെയ്യുന്ന സമയത്ത് മാത്രം നമ്മൾ ഓരോ പ്രാവശ്യവും പൂജ ചെയ്യുമ്പം ആ ഒരു കിലുക്കം അത് പെട്ടെന്ന് തന്നെ ദേവി അട്രാക്റ്റ് ചെയ്യും. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾക്കിതൊക്കെ ചെയ്യാവുന്നതാണ്. ഇതൊക്കെ ചെയ്തിട്ട് വേണം പൂജ ചെയ്യാൻ. പൂജ ചെയ്യുന്ന സ്ഥലം, അപ്പോൾ ഇനിയിപ്പോൾ നമുക്ക് എങ്ങനെയാണ് പൂജ ചെയ്യേണ്ടതെന്ന് നോക്കാം. നാളത്തെ ദിവസം ചെയ്യേണ്ടുന്ന പൂജ ഇത് ഞാൻ പറഞ്ഞു, രാവിലെ 6 to 7 വരെയുള്ള ആ ഒരു ശുക്രഹോര സമയത്ത്. ഞങ്ങൾക്കത് പറ്റില്ല ചേച്ചി എന്ന് പറയുന്നവർക്ക് വേറെ 2 സമയങ്ങളുണ്ട്. ഉച്ചയ്ക്ക് 1 മുതൽ 2 വരെ. ആ സമയത്ത് ഉച്ച സമയത്ത് ആരെങ്കിലും പൂജ ചെയ്യുമോ എന്ന് ചോദിച്ചിരുന്നു. ഞാൻ മിക്കവാറും ചെയ്യാറുണ്ട്. കാരണം എൻ്റെ മക്കളൊക്കെ ചെറിയ കുട്ടികൾ, ഇപ്പോൾ ഒരു 2 വർഷമായിട്ടുള്ള അവരൊരു അല്പം വളർന്നിട്ട്. അപ്പം എനിക്ക് സമയം കിട്ടുന്ന സമയം ഹോരാ സമയങ്ങളിൽ, ചൊവ്വാഴ്ചയാണെങ്കിലും ബുധനാഴ്ചയാണെങ്കിലും വെള്ളിയാഴ്ചയാണെങ്കിലും ആ സമയങ്ങളിൽ ഞാൻ പൂജ ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്കറിയാം, ശുക്രഹോര സമയത്ത് ചെയ്യുന്ന ഒരുപാട് പൂജകൾ ഞാൻ പറയാറുണ്ട്. അപ്പം എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് ആ 3 പൂജകളും ചെയ്യണമെന്ന് ആഗ്രഹമുള്ളതുകൊണ്ട് ഞാൻ ഈ 3 ഹോരാ സമയങ്ങളും പ്രയോജനപ്പെടുത്തിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഹോരാ സമയം നമുക്ക് എപ്പോഴാണെന്ന് നോക്കേണ്ട ആവശ്യമേ ഇല്ല. ധാരാളമായിട്ടും ധൈര്യമായിട്ടും നമുക്ക് പൂജ ചെയ്യാം. പിന്നെയുള്ളതെന്ന് പറയുന്നത് രാത്രിയിൽ 8 മണി മുതൽ 9 മണി വരെ. അതുകൊണ്ട് തന്നെ ഈ 3-ലേത് സമയം, രാവിലെയാണ് ഏറ്റവും ഉത്തമം. ഈ 3-ലേത് സമയം തിരഞ്ഞെടുക്കുക. പൂജ ചെയ്യുന്ന സ്ഥലം നല്ല ശുദ്ധമാക്കിയിട്ട് സാധാരണ പോലെ, പീഠമാണെങ്കിൽ പീഠം, അതല്ല വെറും നിലത്ത് നിങ്ങളൊരു തുണി വിരിച്ചിട്ടാണെങ്കിൽ എങ്ങനെയാണെങ്കിലും അവിടെ ക്ലീനാക്കിയിട്ട് എന്തെങ്കിലും ഒരു കോലം വരയ്ക്കണം. നിങ്ങൾക്കറിയാവുന്ന കോലം വരച്ചാൽ മതിയാകും. പിന്നെ ശ്രദ്ധിക്കേണ്ടുന്നൊരു കാര്യം, വെള്ളിയാഴ്ച ദിവസങ്ങളിൽ തീർച്ചയായും നിങ്ങളുടെ വീട്ടിൽ അഷ്ടദള പത്മവും 8 ഇതളുകളുള്ള താമരയും ഇരട്ട മീൻ്റെ കോലവും ഇത് 2ഉം മറക്കാതെ വരയ്ക്കണം. ഇതെങ്ങനെ വരയ്ക്കണം എന്നൊക്കെ ഞാൻ നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ടൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തീർച്ചയായിട്ടും വെള്ളിയാഴ്ച ദിവസങ്ങളിൽ ലക്ഷ്മി പൂജയ്ക്ക് മുൻപ് ഈ 2 കോലങ്ങൾ വരച്ചിരിക്കണം. അങ്ങനെ നമ്മൾ വൃത്തിയാക്കി ശുദ്ധിയാക്കി കോലമിട്ട് എന്തെങ്കിലും ഒരു ക്ലോത്ത് ആ ഒരു പീഠത്തിന് മുകളിൽ വിരിച്ചിട്ട് വേണം ലക്ഷ്മി ദേവിയുടെ ഫോട്ടോയാണെങ്കിലും വിഗ്രഹമാണെങ്കിലും വെക്കാൻ. വെള്ളിയാഴ്ചകളിൽ നല്ല രീതിയിൽ റോസ് വാട്ടറിൽ പച്ചക്കർപ്പൂരവും ജവ്വാതുണ്ടെങ്കിൽ ജവ്വാതുമൊക്കെ ഇട്ടിട്ട് വേണം ആ ഒരു ഫോട്ടോ തുടയ്ക്കാൻ. വിഗ്രഹം അഭിഷേകം ചെയ്യുകയാണെന്നുണ്ടെങ്കിലും ഇതൊക്കെ ഇട്ട് അഭിഷേകം ചെയ്ത് വൃത്തിയുള്ള ക്ലോത്ത് കൊണ്ട് തുടച്ച് അമ്മയ്ക്ക് മഞ്ഞൾ കുങ്കുമം പൊട്ടൊക്കെ വെച്ച്
പൂക്കൾ ചാർത്തണം. ഇപ്പം നിങ്ങൾക്ക് താമരപ്പൂവോ റോസപ്പൂവോ മുല്ലപ്പൂവോ എന്ത് കിട്ടിയാലും ചാർത്താം. മണമുള്ള പൂക്കളാണ് ഏറ്റവും കൂടുതൽ നല്ലത്. അതൊക്കെ ചാർത്തി അമ്മയ്ക്ക് മുൻപിൽ ദീപം കൊളുത്തി വെക്കണം. നിങ്ങൾ വെള്ളിയാഴ്ച ദിവസങ്ങളിൽ ഇപ്പം മിക്കവരുടെ വീട്ടിലും ഗജലക്ഷ്മി വിളക്കും അഷ്ടലക്ഷ്മി വിളക്കും ഒക്കെ ഉണ്ടാകുമല്ലോ. അപ്പം നിങ്ങൾ സാധാരണയായിട്ട് കൊളുത്തുന്ന ദീപം അതെന്താണോ അത് കൊളുത്തും. ഇനിയിപ്പം നിലവിളക്കാണ് കൊളുത്തുന്നതെന്നുണ്ടെങ്കിൽ അങ്ങനെ അതൊക്കെ കൊളുത്തിയതിന് ശേഷം നമ്മൾ ലക്ഷ്മി പൂജയാണ് ചെയ്യാനായിട്ട് പോകുന്നത്. ഞാൻ ദാ ഇവിടെ കാണിച്ചിരിക്കുന്ന ഈ ഒരു കോലം നിങ്ങൾ വരയ്ക്കണം. ഇത് സൗന്ദര്യലഹരിയിലെ 33ാമത്തെ ശ്ലോകത്തിൻ്റെ കോലമാണ്. ഈ ഒരു കോലം വരച്ച് നമ്മൾ പൂജ ചെയ്യുന്നത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ചിന്തിക്കുന്നതിനെക്കാട്ടിലും അധികം ധനം നമ്മൾക്ക് നമ്മുടെ വീട്ടിലോട്ട് അട്രാക്റ്റ് ചെയ്യപ്പെടും. ഈ ഒരു 33ാമത്തെ ശ്ലോകം നമുക്ക് ഡെയിലി നമ്മുടെ വീട്ടിൽ ഒരു 11 പ്രാവശ്യം ചൊല്ലാവുന്നതാണ്. അങ്ങനെ അല്ലെങ്കിൽ പോലും നമ്മൾക്ക് നാളത്തെ ദിവസം ഈ ഒരു കോലം ഇങ്ങനെ തന്നെ വരച്ച് നടുക്ക് ശ്രീം എന്ന് നമ്മൾ എഴുതണം. അരിപ്പൊടി കൊണ്ട് വേണം ഈ ഒരു കോലം വരയ്ക്കാൻ. അതായത് മാക്കോലമാണ്. മാക്കോലം എന്താണ് എങ്ങനെയാണെന്ന് 2-3 പേര് സംശയം ചോദിച്ചിരുന്നു. ഇതിനു മുൻപ് ഞാൻ പറഞ്ഞിട്ടുണ്ട്. പച്ചരിപ്പൊടി എടുത്തിട്ട് അതിലോട്ട് പച്ചക്കർപ്പൂരം, ഒരല്പം മഞ്ഞൾപ്പൊടി, ജവ്വാത് ഇവയെല്ലാം കൂടി ഇട്ട് റോസ് വാട്ടർ ഒഴിച്ച് വേണം നമ്മൾ മിക്സ് ചെയ്യാൻ. റോസ് വാട്ടർ ഇല്ലെങ്കിൽ നിങ്ങൾക്ക് പ്യുവർ വാട്ടർ ഒഴിക്കാം. എന്നിട്ട് വേണം നമ്മൾ ഈ കോലം വരയ്ക്കാൻ. നടുക്ക് ശ്രീം എന്ന് എഴുതണം. ആ ശ്രീമിൽ നമ്മൾ മഞ്ഞൾ കുങ്കുമമൊക്കെ ഇട്ട് അലങ്കരിച്ചതിന് ശേഷം ആദ്യം ചെയ്യേണ്ടത് നമ്മൾ ഈ ഒരു സൗന്ദര്യലഹരിയിലെ 33ാമത്തെ ശ്ലോകം ഞാനിവിടെ നിങ്ങളെ എഴുതി കാണിക്കുന്നുമുണ്ട്. ഈ ഒരു ശ്ലോകം നമ്മൾ ഒരു 3 പ്രാവശ്യം ആദ്യം ചൊല്ലണം. ശ്ലോകം ഇതാണ്: സ്മരം യോനിം ലക്ഷ്മീ ത്രിധയമിധ മാധൗ തവ മനോർനിധായൈകേ നിത്യേ നിരവധി മഹാഭോഗരസികാ ഭജന്തി ത്വാം ചിന്താമണി ഗുണനിബന്ധാക്ഷവലയാ ശിവാഗ്നൗ ജുഹന്ധ്വാ സുരഭികൃതധാരാ ഹുദിശ്ചതേ. ഇതാണ് സൗന്ദര്യലഹരിയിലെ 33ാമത്തെ ശ്ലോകം. അപ്പം ഈ ശ്ലോകം ഒരു 3 പ്രാവശ്യം ചൊല്ലുക. ചൊല്ലിയതിന് ശേഷം സാധാരണയായിട്ട് നമ്മൾ ചെയ്യുന്നത് ലക്ഷ്മി ദേവിയുടെ 1000 നാമങ്ങൾ ചൊല്ലി താമരപ്പൂക്കൾ കൊണ്ട് അർച്ചന ചെയ്യുക എന്നുള്ളതാണ്. ഇവിടെ ഇപ്പം നമുക്കത് സാധിക്കാത്തത് കൊണ്ട് നമ്മൾ ലക്ഷ്മി ദേവിയുടെ അഷ്ടോത്തരം ഓം പ്രകൃത്യൈ നമ, ഓം വികൃത്യൈ നമ, ഓം വിദ്യായൈ നമ എന്ന് തുടങ്ങുന്ന അഷ്ടോത്തരം ചൊല്ലി നമ്മൾ ഈ ഒരു യന്ത്രത്തെയാണ് ഇവിടെ അർച്ചന ചെയ്യുന്നത്. അർച്ചന ചെയ്യാൻ നിങ്ങൾക്ക് താമരപ്പൂ, റോസാപ്പൂ, മുല്ലപ്പൂ, ജമന്തി, മരിക്കൊഴുന്ത് അതുപോലെയുള്ള എന്ത് പൂക്കളും എടുക്കാം. ഏറ്റവും ശ്രേഷ്ഠം താമരപ്പൂവിൻ്റെ ഇതളുകളാണ്. ഇപ്പോൾ എല്ലാവർക്കും അത് അവൈലബിൾ അല്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾക്ക് കിട്ടുന്ന പൂക്കൾ എടുക്കുക. അതിൽ തന്നെ ചന്ദന കുഴമ്പിൽ മുക്കി ഇത് സമർപ്പിച്ചാൽ അത് അതിവിശേഷമാണ്. ഞാൻ ഓൾറെഡി ഒരു 3 മാസം മുൻപേ ആ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തിരുന്നു, എങ്ങനെയാണ് ചന്ദനക്കുഴം ഉണ്ടാക്കുന്നതെന്നുള്ളത്. ചന്ദനക്കുഴമ്പിൽ മുക്കി നമ്മൾ ഇത് സമർപ്പിച്ച് പ്രാർത്ഥിച്ചാൽ വളരെ പെട്ടെന്ന് സഡനായിട്ട് തന്നെ നമുക്ക് റിസൾട്ട് കിട്ടും. അങ്ങനെ ഈ 108 തവണ അഷ്ടോത്തരം ചൊല്ലി അർച്ചന ചെയ്യുക. അതിനുശേഷം ഒരു തവണ മഹാലക്ഷ്മി അഷ്ടകം കൂടി ജപിക്കണം. ഇത് 3ഉം ജപിച്ചതിന് ശേഷം നമ്മുടെ പൂജ കഴിഞ്ഞു. ശേഷം ദേവിക്ക് ധൂപദീപ ആരതി എടുക്കുന്നു. ആരതി എടുത്തതിന് ശേഷം നമ്മൾ നിവേദ്യ സമർപ്പണം. വെറ്റില, പാക്ക്, പഴം, പിന്നെ ആവിയിൽ വേവിച്ചെടുക്കുന്ന എന്ത് സാധനവും, അതിപ്പോൾ ഇഡ്ഡലിയാവാം, ഇടിയപ്പമാവാം, ഞാനിതൊക്കെ നിങ്ങളോട് നേരത്തെ പറഞ്ഞിട്ടുണ്ട്. പാലിൽ ഏലക്കാപ്പൊടിയിട്ട് കുങ്കുമപ്പൂവും ഇട്ട് സമർപ്പിക്കാം. അങ്ങനെ നിങ്ങൾക്ക് എന്ത് പറ്റുമോ അത് അമ്മയ്ക്ക് സമർപ്പിച്ച് കൈതച്ചക്ക കിട്ടുമെങ്കിൽ തീർച്ചയായിട്ടും സമർപ്പിക്കണം. ശേഷം കർപ്പൂര ആരതിയും എടുത്ത് നമ്മുടെ വീട്ടിൽ നല്ല രീതിയിലുള്ള ധനവരവുണ്ടാകണം എന്ന് മനസ്സ് ഉരുകി തന്നെ അമ്മയോട് പ്രാർത്ഥിക്കണം. ഇങ്ങനെ നിങ്ങൾ ചെയ്താൽ തീർച്ചയായിട്ടും നിങ്ങളുടെ വീട്ടിലോട്ട് നല്ല രീതിയിലുള്ളൊരു ധനവരവുണ്ടാകും. കഴിയുന്നതും നാളെ ഈ ഒരു പൂജ ചെയ്യാൻ എല്ലാവരും ശ്രമിക്കണം. ശുക്രഹോര സമയത്ത് നിങ്ങൾ പൂജകളൊക്കെ ചെയ്യുന്നവരാണെന്ന് എനിക്കറിയാം. പക്ഷേ സമയം കണ്ടെത്തി ചെയ്യാനായിട്ട് ശ്രമിക്കണം. കാരണം ഇത് നമ്മൾ നാളെ മാത്രം ചെയ്യുന്നൊരു പൂജയാണ്. ഇതിൻ്റെ ഐശ്വര്യവും നല്ല രീതിയിൽ നമുക്ക് കിട്ടുകയും ചെയ്യും. എല്ലാവരും ശ്രമിക്കണം. എല്ലാവരെയും മുരുകൻ അനുഗ്രഹിക്കട്ടെ. ഓം ശരവണഭവ.